SIT ഇപ്പോൾ പ്രാഥമികമായി കുറ്റപത്രത്തിന് മുമ്പായി അന്വേഷണം പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. ഇനി കോടതി ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. SITയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലും ഇക്കാര്യത്തിൽ ചെയ്യേണ്ടതായുണ്ടോ? ഈ തെളിവ് ശേഖരണം അടക്കം ഇനി എന്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായുണ്ടോ? അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും നമുക്കറിയാം 4 മാസങ്ങൾ പിന്നിടുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി എന്നുള്ളതാണ് SIT പറയുന്നത്. പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് SIT പറയുന്നത്. ഇതിൽ പ്രധാനമായും കാണേണ്ടത് സൈഫുദ്ദീൻ, അതായത് ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ മുകേഷ് MLA തനിക്കെതിരെ ഉയർന്ന മുഴുവൻ ആരോപണങ്ങളും നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നത് ഈ ആലുവ സ്വദേശിയായ നടി ഈ ആരോപണം ഉയർത്തിക്കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്, അതിന്റെ തെളിവുകളൊക്കെ തന്നെ തന്റെ പക്കൽ ഉണ്ടെന്നുള്ളതാണ്. ഇത് നേരത്തെ ഈ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടുള്ള ഹർജി കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ഈ തെളിവുകൾ അവിടെ സമർപ്പിച്ചിരുന്നു എന്നുള്ള കാര്യവും മുകേഷ് MLA പറഞ്ഞിരുന്നതാണ്. എന്നാൽ മുകേഷ് MLA പറയുന്ന ഈ തെളിവുകളെ ഖണ്ഡിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ വിവരങ്ങളെല്ലാം തന്നെ ഖണ്ഡിക്കാൻ കഴിയുന്ന പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് SIT പറയുന്നത്. നമുക്കറിയാം അതിൽ ഏറ്റവും പ്രധാനമായി ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ദൃക്സാക്ഷികൾ അത്തരത്തിലുള്ള ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ കേസിൽ ഏറ്റവും നിർണായകമായി മാറുക ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ്. അപ്പോൾ അത്തരത്തിൽ ഡീറ്റെയിൽ തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളും കൃത്യമായി തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ലൈംഗിക ആരോപണങ്ങൾ ഉയരുന്നത്. അത് പ്രത്യേകിച്ച് 2000-ലും 2010-ലും 2011-ലും ഒക്കെ നടന്ന സംഭവങ്ങളാണ് പിന്നീട് പരാതികളായി വരികയും ചെയ്തിരുന്നത് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ എങ്ങനെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത്, പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും സ്പോട്ട് ഒരു CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കാത്ത സാഹചര്യമാണ്. അപ്പോൾ എങ്ങനെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ആശയക്കുഴപ്പമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതിൽ പരമാവധി മുകേഷ് MLAക്കെതിരായിട്ടുള്ള പീഡന കേസിൽ തെളിവുകൾ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ. ഡീറ്റെയിൽ തെളിവുകളും സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും വാട്സാപ്പ് ചാറ്റുകൾക്കും ഒക്കെ പുറത്ത് മുകേഷിന് കുരുക്കാകുന്ന രീതിയിൽ സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സാക്ഷിമൊഴികൾ, ഏതൊക്കെ സാക്ഷികൾ, ഏതൊക്കെ ആളുകൾ മുകേഷിന് പ്രതികൂലമായി അല്ലെങ്കിൽ മുകേഷിനെതിരായി മൊഴികൾ നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ശരൺ? അത്തരത്തിൽ വിശദമായൊരു പിക്ചർ അവർ നൽകുന്നില്ല. SIT പറഞ്ഞു വെക്കുന്നത് സാക്ഷിമൊഴികൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഏതൊക്കെ സാക്ഷികളാണ് എന്നുള്ള കാര്യം ഒക്കെ അതൊക്കെ ഇനി വിചാരണ വേളയിലായിരിക്കും നമുക്ക് വ്യക്തത വരുത്താൻ കഴിയുക. നിലവിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചത് അത് 10 ദിവസങ്ങൾക്ക് മുമ്പാണ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്.